ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഇന്നത്തെ ദിവസം എന്താണ് പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് ഗുരുവായൂർ ഏകാദശി, ഡിസംബർ 1, പുതിയൊരു മാസത്തിന്റെ തുടക്കമാണ്. അതുപോലെ തന്നെ ഭഗവാനെ സേവിക്കുന്നവർ ഒരുപാട് പേർ കാണും. ഒരുപാട് പേർ ഇന്ന് ഗുരുവായൂർ പോവുകയും ഭഗവാന് വേണ്ടി വ്രതം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് മനഃശാന്തി ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉള്ളതാണ്, ഫ്രീ അല്ല റീഡിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ വിളിക്കാൻ പാടില്ല, നിങ്ങൾ മെസ്സേജ് അയച്ച് വരുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ എംപ്രസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വൈസ് കൗൺസിലറാണ്. ഇവിടെ 7 ഓഫ് വാൻസിന്റെ എനർജി. അപ്പൊ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡ്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം, സോഡ് ബുദ്ധിയുടെ പ്രതീകമാണ്, ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റാരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ ഒക്കെയും വരാനുള്ള സാധ്യത നിങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. അതുവഴി നിങ്ങൾക്കത് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പെട്ടെന്നാണ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളത് കെയർഫുള്ളായിട്ട്, വളരെയധികം കെയർഫുള്ളായിട്ട് നിങ്ങളുടെ ഓപ്ഷനെ നിങ്ങൾ കെയർ ചെയ്യണം എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് ചലഞ്ചസിന് ശേഷം, വെല്ലുവിളികൾക്ക് ശേഷം, പരാജയങ്ങൾക്ക് ശേഷം നിങ്ങളിലേക്ക് എന്താ പുതിയ ചില കാര്യങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായി? അങ്ങനെ ദൂരെ നിന്നും ആരോ നിങ്ങളിലേക്ക് വളരെയധികം സ്പീഡിലാണ് ഈ ഒരു ആക്ഷൻ എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ദൂരെ നിന്നും ആരെങ്കിലും നിങ്ങളിലേക്ക് സാമ്പത്തികം തരാനാവാം, അതുമല്ല എങ്കിൽ എന്തെങ്കിലും പ്രത്യേക വിവരങ്ങൾ ധരിപ്പിക്കാനാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ കാണാൻ ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയും ആണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എംപ്രസിന്റെ എനർജിയാണ്. നമുക്ക് ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഈ മെസ്സേജ്, എന്താണ് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ നൈറ്റ് ഓഫ് സോഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ ഈ നൈറ്റ് ഓഫ് സോഡ് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സക്സസിൻ്റെതായ എനർജിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു സക്സസിൻ്റെതായ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മെസ്സേജ് വരാനുള്ളതാവാം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് സന്തോഷിക്കാനും വിജയിക്കാനും ഒക്കെയുള്ള ചില കാര്യങ്ങളാവാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇത് എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയമായിരിക്കുന്നു. ചിലപ്പോൾ വിവാഹം നടക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുടെ ജനനത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയാവാം. സന്തോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഐശ്വര്യം വരുന്നതായിട്ട്, സമൃദ്ധി വരുന്നതായിട്ട് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വളരെയധികം ചില ക്രിയേറ്റീവ് എനർജി വളരെ സക്സസ്ഫുൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്.
കാരണം നിങ്ങളിൽ എന്തെങ്കിലുമുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കഴിവുകളെ ഉപയോഗിച്ച് ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. അബണ്ടൻസ്, പ്രോസ്പെറിറ്റി ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ്. വളരെ മനോഹരമായ എനർജിയാണ്, വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്, ഡിവൈൻ മസ്കുലിൻ എനർജിയാണ്. അടുത്തത് വന്നിരിക്കുന്ന വൈസ് കൗൺസിലറാണ്. ഇവിടെ കണ്ടില്ലേ, യൂണിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി മൈൻഡഡ് കമ്മ്യൂണിറ്റി. കണ്ടില്ലേ, ഇവിടെ സ്പിരിച്വാലിറ്റിയിലൂടെ മുന്നോട്ട് വരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി ഐക്യം പ്രാപിക്കാൻ കഴിയും. നിങ്ങളിലുള്ള സ്പിരിച്വാലിറ്റി കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഐക്യം പ്രാപിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് പേർ നിങ്ങളെ നോക്കി സന്തോഷിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയെങ്കിൽ, ഇവിടെയും അതുപോലെ തന്നെയുള്ള എനർജിയാണ്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇവിടെയും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയം, അതിലൂടെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പുതിയ ഐഡിയാസും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില രീതികളും ഒക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെറോഫന്റെ എനർജിയാണ് ഇവിടെ. 4 ഓഫ് സോഡിന്റെ എനർജി ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി. ജോലി ചെയ്ത് തളരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മെഡിറ്റേഷൻ ഏറ്റവും നല്ലതാണ്. ഒന്ന് വിശ്രമിക്കൂ എന്നാണ്. നിരന്തരമായിട്ടുള്ള ആ ജോലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഉണ്ടല്ലേ, നിരന്തരമായിട്ടുള്ള റെസ്റ്റ്ലെസ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലതല്ല, ഹാനികരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങൾക്കിത് നിങ്ങൾക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഉപദേശിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ നല്ല ദിവസമല്ല, ഈ ഒരു എനർജിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ലൈഫിന്റെ പ്രോഗ്രസ് തന്നെയാണെന്നാണ് കാണുന്നത്. അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്. അതിനുള്ള ബുദ്ധി നിങ്ങൾക്ക് കിട്ടുന്നു, അതിനുള്ള വഴി ഏതാണെന്ന് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നു. നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നു കൂടുതലായിട്ടും. ഈ ഒരു സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു, അതിനെ മറികടക്കാനും നിങ്ങളെ കൊണ്ട് ബുദ്ധിപൂർവ്വം സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആവേശം, നിങ്ങൾക്ക് നല്ല ആവേശം ഉണ്ടാകുന്നു, കാരണം നിങ്ങൾ കൂടുതലായിട്ട് എനർജറ്റിക് ആവുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് പ്രശ്നമാണോ എന്നിലേക്ക് വരുന്നത്, അത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഇത് എന്നിലേക്ക് വന്നത്, മുൻപുണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അതിലൂടെ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ അനുസരിച്ച് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തോൽവികൾ വരില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അഥവാ വന്നാലും ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് വരാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം എന്ത് പ്രശ്നമാണ് ഇനി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കാർഡ് എടുക്കാവേ. ഏസ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. പുതിയൊരു തുടക്കം, സ്നേഹത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കപ്പ് ഇമോഷണൽ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു തുടക്കമാണ്. ഏതൊരു കാര്യത്തിനും നമുക്കിവിടെ തുടക്കം പറയാം. ഇതുപോലെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തുടക്കം വരുന്നുണ്ട്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ലവ് പ്രപ്പോസൽ ഉണ്ടായിരിക്കാം. അവിടെയും പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അവിടെ എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ റിന്യൂവലാണ്. പല കാര്യങ്ങളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുന്ന ഒരു സമയമാണ്. മനസ്സിലായി. ഇവിടെ പല കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് അല്ലെ. അല്ല എങ്കിൽ ഇപ്പോഴും ചില കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടാവാം, അനുഭവിക്കുന്നുണ്ടാവാം. അവിടെ ഇതൊക്കെ കഴിയുമ്പോഴാണ് കുറച്ച് സ്പിരിച്വൽ വേയിലേക്ക് മുന്നോട്ട് വരുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ അനുഭവിച്ച കാര്യം എങ്ങനെ വന്നു, നിങ്ങളെ മറ്റുള്ളവർ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, നിഷ്കളങ്കരായ നിങ്ങളെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചത് എന്തുകൊണ്ട്,
മറ്റുള്ളവർ എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് സംഭവിച്ചത്, എന്നിലേക്ക് ഇത് പ്രയോഗിച്ചത്? നിരപരാധിയായ എന്നെ കുറ്റപ്പെടുത്തി വലിയൊരു തെറ്റുകാരിയാക്കി അല്ലെങ്കിൽ ഒരു വലിയൊരു തെറ്റുകാരനാക്കി സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് എന്തുകൊണ്ട്? അപവാദങ്ങൾ മാത്രം എന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിരും. അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടത്, മറ്റുള്ളവരുടെ ചീറ്റിങ് എങ്ങനെ വന്നതാണ് എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യ സമയം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ കണ്ടില്ലേ, നമുക്കിവിടെ ഇവിടെ പേജ് ഓഫ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ സോറി ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇത് ഓരോ പിക്ചറിലും ഓരോ കാർഡിലും ഓരോ പിക്ചർ അല്ലേ. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സോഡ് എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് എന്തോ കാര്യത്തിന് തുടക്കം കുറിക്കുന്നു. മനസ്സിലായി? ഈ തുടക്കം കുറിക്കുന്ന കാര്യം നിങ്ങൾക്ക് സക്സസ് ആയിട്ടാണ് മുന്നോട്ട് വരാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ബ്രില്യൻ്റ് ആവുന്നു എന്നുള്ളതാണ്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം ബുദ്ധിപൂർവ്വമാണ്. ബുദ്ധി ഉപയോഗിച്ച് സോഡ് ബുദ്ധിയുടെ പ്രതീകമാണ്. ഇവിടെ വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാൺസ് ഫയർ സൈൻ ആണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. മനസ്സിലായോ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള കഴിവ്, അതിലൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും വിജയിയായി മുന്നോട്ട് നീങ്ങാനും കിരീടമണിഞ്ഞിരിക്കാനുള്ള ഒരു ഭാഗ്യവും ലഭിക്കുന്നു. ഒരു കിങ്ങിനെ പോലെ മുന്നോട്ട് ഒരു അധികാരത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇപ്പോഴെന്നാണ് കാണുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടാവാം. ബുദ്ധിപൂർവം ചിന്തിച്ചുകൊണ്ട് മനസ്സിലായി, അത് മറ്റുള്ളവർക്ക് വളരെയധികം സഹായകരമാകുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാറ്റം നിങ്ങളിലേക്ക് വരുന്നു അല്ലെ? പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തീരുമാനിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു വിജയം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുവഴി മറ്റുള്ളവർക്കും നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണ് നിങ്ങളിപ്പോൾ ബുദ്ധിപൂർവ്വം എടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജഡ്ജ്മെന്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ പല കാര്യങ്ങളിൽ നിന്നും രണ്ടാമതൊരു ജന്മത്തിന്റെ തുടക്കമാണ്. ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമതൊരു അധ്യായത്തിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾ എല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി മുന്നോട്ട് വരികയാണ്. മനസ്സിലായി? ഒരു കറകളഞ്ഞ ജീവിതം എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പൊ മറ്റ് അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു പുതിയ ചാപ്റ്ററിലേക്ക്, ജീവിതത്തിന്റെ തന്നെ പുതിയൊരു അധ്യായം. കാരണം ഇതുവരെ ഉള്ളതെല്ലാം കഴിഞ്ഞു. മനസ്സിലായി? കാര്യങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ ഇനി നിങ്ങൾക്ക് വിജയമാണ് വരുന്നത്. അതാണല്ലോ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വിജയം കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞത് തന്നെയാണ് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെയും ലഭിച്ചുകൊണ്ട് വളരെയധികം പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി അത് അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായ സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. കാരണം നിങ്ങളിവിടെ പ്രയത്നിച്ചിട്ടുണ്ടാവണം. പേജ് ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്.
അപ്പോൾ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്, ഇവിടെ പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് പുതിയ ജഡ്ജ്മെന്റിൽ നിന്നും സന്തോഷിക്കാനുള്ള അവസരം വരും. ഒരുപാട് സാമ്പത്തികം നേടാൻ കഴിയുന്ന ഈ ഒരു സമയത്ത് പുതിയ ജോലിയിലേക്ക് പോകുന്നു, പുതിയ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ വരുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് 9 ഓഫ് പെന്റക്കിൾസിന്റെ അവസ്ഥ, 9 ഓഫ് പെന്റക്കിൾസ്, അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സിന്റെ അവസ്ഥ, അതുപോലെ തന്നെ എംപ്രസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം കണ്ടില്ല, ഇവിടെ ലക്ഷറി ലൈഫ് നയിക്കാനുള്ള എനർജിയാണിത്. കുറച്ചൊക്കെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടാൻ പറ്റുന്നു. ഓർണമെന്റ്സ് ആവാം, അതുപോലെ തന്നെ ചിലപ്പോൾ വസ്തുക്കളാവാം, ചിലപ്പോൾ മറ്റ് വീട്ടിലെ ഉപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ വീടാവാം, പുതിയ ഷോപ്പുകൾ തുടങ്ങാനുള്ള സാധ്യത, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയാവാം. എന്തായാലും ശരി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നു. അതുമല്ല എങ്കിൽ ചില സാധനങ്ങളൊക്കെ, സന്തോഷകരമായ ചില സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കുക, ജീവിതം ആസ്വദിക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതും വേണമെങ്കിൽ കാണാം. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കുന്നവർക്കൊക്കെ ഒറ്റയ്ക്കിരുന്ന് ദൈവികമായ ചിന്തയിലൂടെ മുന്നോട്ട് പോയി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ധാരാളമായി സഫലീകരണം, ആഗ്രഹ സഫലീകരണമാണ്. മനസ്സിലായി. നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടോ അതിന്റെ ഒരു സഫലീകരണം ഇന്നത്തെ ദിവസം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റുന്നു, ചിലപ്പോൾ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പറ്റുന്നു, അതിലൂടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ആക്ഷൻ എടുക്കുന്നു, മാറ്റം കൊണ്ടുവരികയാണ് ജീവിതത്തിൽ. ചുറ്റിനും ബട്ടർഫ്ലൈസ് കണ്ടില്ലേ. ഇവിടെ സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ ഈ ഒരു എനർജറ്റിക് ആണ് ഈ ഒരു വ്യക്തി. നിങ്ങൾ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വളരെയധികം എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിൻ്റെയൊക്കെയോ തുടക്കം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഈ തുടക്കത്തിലൂടെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂട്ടീവ് ആകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇന്റലക്ച്വൽ ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ബുദ്ധിപരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം കൊണ്ടുവരാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചില വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളിവിടെ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ ചിലപ്പോൾ നോക്കിയിരിക്കുന്ന എനർജിയാണ്, അല്ലെങ്കിൽ അത് നേടിയിരിക്കാം, അല്ലെങ്കിൽ അത് നേടാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ജോലി ചെയ്ത് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നു. അതുവഴി നിങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ അടുത്തുകൂടുന്നു എന്നുള്ളതുമാണ് കാണാൻ കഴിയുന്നത് ഇവിടെ. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പ്രയോഗിക്കുന്ന ഒരു സമയം, പ്രയത്നിച്ച് മുന്നോട്ട് നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കുള്ളിലുള്ള കഴിവിനെ പലർക്കും ജോലി ലഭിക്കാനൊക്കെയുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ 9 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്, 10 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികപരമായ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഇത്തരത്തിലുള്ള നല്ല ചേഞ്ചസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം കൊണ്ടുവരാൻ സാധിക്കുന്നു. ഈ ഒരു സമയത്ത് സന്തോഷകരമായ ചില അവസ്ഥകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പ്രിൻസസ് ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് വാൻസിന്റെ എനർജി, അതായത് കുറച്ച് മുൻപന്തിയിലെത്താൻ സാധിക്കുന്നു. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാനുള്ളതായിട്ട് തീരുന്നു. മനസ്സിലായി. അതുപോലെ നിങ്ങളുടെ ഓറയൊക്കെ വളരെയധികം ശുദ്ധമാകുന്നു. ഓറ നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റിയോടുകൂടി അത് കാണാനും സാധിക്കുന്നു. അത് വളരെയധികം ഊർജ്ജസ്വലമായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ന് എന്താണ് മെസ്സേജ് തരുന്നത് എന്ന് നോക്കാം. എന്നാലും നമ്മളത്
നോക്കിയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്താണ്. ഡു യുവർ കർമ്മ, ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി, ഡിവൈൻ ദർശൻ, ആസ്ക് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ്. 4 കാർഡ്സാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. സ്റ്റേ കണക്റ്റഡ് വിതിൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ കണക്റ്റഡ് വിതിൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ മെഡിറ്റേഷൻ്റെ കാര്യം പലപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യൂ, നമ്മളുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ള ചിന്തകളിൽ നിന്നും ഒന്ന് ഒതുക്കി നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ എന്നാണ് പറയുന്നത്. നമ്മൾ പുറമേ ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പുറമേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ, നമ്മുടെ ഉള്ളിലെ പരിശുദ്ധി നിറയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റുള്ള കാര്യങ്ങളിൽ, മറ്റുള്ള കണ്ണിന് നയനമനോഹരമായ കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. നമ്മൾ അതിലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ ഈശ്വരീയ വാസത്തെ നമുക്ക് അറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സ്റ്റേ കണക്റ്റഡ് വിത്തിൻ, നിങ്ങൾക്ക് ഉള്ളിൽ കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു. സിറ്റ് ക്വയറ്റ്ലി, ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ്, യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ട്രബിളിംഗ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അങ്ങനെ ഒരിടത്ത് ഇരിക്കുക, ഒരിടത്ത് ശാന്തമായി ഇരിക്കൂ, എന്നിട്ട് എന്താണ്, കണ്ണുകൾ അടയ്ക്കൂ, മൈൻഡ് കാമാക്കൂ. അപ്പോഴെന്താണ്, അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് സ്വയം ലഭിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് ഭഗവാൻ പറയുന്നത് ധ്യാനം ചെയ്യൂ, മെഡിറ്റേഷൻ ചെയ്യൂ, നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, കോൺസെൻട്രേറ്റ് ചെയ്യൂ മനസ്സിനെ. ഈശ്വരീയമായ വാസം അവിടെയാണുള്ളത്. അവിടുത്തെ ആ ഒരു പരിശുദ്ധി നിറയ്ക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ശുദ്ധമായ മനസ്സിലാണ്. അവിടെ നിന്ന് മറ്റുള്ള ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ ഒക്കെ കളയണം. അപ്പോൾ ശുദ്ധമായ മനസ്സിലാണ് ദൈവികമായ വാസമുള്ളത് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അതിനല്ലേ നമ്മളൊക്കെ ഇന്നത്തെ ദിവസം വ്രതമെടുത്ത് എല്ലാവരും പോകുന്നത് അല്ലെ. ഇന്ന് ഉപവസിക്കുന്നത്, വീട്ടിലിരുന്നാലും ഉപവസിക്കുന്നത് ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ്, ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെ. ഭഗവാന് ഉപവസിക്കുന്ന എന്താണ്, ഭഗവാന്റെ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭഗവാനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈശ്വരവാസം മനസ്സിലാകുന്നതാണ്. അവിടുത്തെ ആ ചൈതന്യത്തിലാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ്. ഇവിടെ വെൻ ഇൻ ട്രാവൽ ആസ്ക് ഫോർ ഹെൽപ്പ്, ദ നെസസറി ഹെൽപ്പ് വിൽ കം ടു യു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഏതെങ്കിലും നിങ്ങൾ കാര്യത്തിൽ പ്രയാസപ്പെട്ടിരിക്കുകയാണോ, ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യപ്പെടാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്യാവശ്യത്തിനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഡു യുവർ കർമ്മ എന്ന് പറയുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഡു യുവർ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നെന്മണി വിതച്ചാലല്ലേ നെന്മണി കൊയ്യാൻ പറ്റൂ. വിതയ്ക്കുന്നതേ ഒരാളിന് കൊയ്യാൻ പറ്റൂ, വിതയ്ക്കാത്തത് കൊയ്യാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്നത് പോലെ നല്ലത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് നന്മ തിരിച്ചു വരും. മനസ്സിലായി? ബി ഗുഡ്, ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്ത്ത്, ബി പ്രിപ്പയർഡ്. നിങ്ങളുടെ വിശ്വാസം കളയാൻ പാടില്ല, നിങ്ങൾ നന്മ ചെയ്യൂ, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായത്? തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരോട് നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നല്ല പ്രവർത്തികൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആവശ്യമുള്ളവർക്ക് ദാനം കൊടുക്കുക, ആവശ്യമുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും ഒക്കെ ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നല്ല കർമ്മ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി. നെഗറ്റിവിറ്റി ഒരിക്കലും പ്രൊവോക്ക് ചെയ്യാതിരിക്കൂ, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കൂ എന്നുള്ളതാണ്. ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് ഓർ സേയിങ് റോങ് തിങ്സ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയെ ആഗിരണം ചെയ്യാതിരിക്കൂ, അല്ലെങ്കിൽ ആകർഷിക്കാതിരിക്കൂ. പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ ചെലുത്തു എന്നുള്ളതാണ്. കാരണം നെഗറ്റിവിറ്റി പ്രൊവോക്ക് ചെയ്യിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കൂ. മനസ്സിലായി? മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പ്രവർത്തികളിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ തുടങ്ങാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. മനസ്സിലായി? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആരെയും ദ്രോഹിക്കാതിരിക്കുക, ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കാതിരിക്കുക, ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെയും ദ്രോഹിക്കാതിരിക്കുക, കഴിയുന്നതും നന്മ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നന്മയുള്ള ഹൃദയത്തിലേക്കാണ് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നത്, ദൈവികമായ ചൈതന്യം ഉണ്ടാവുന്നത് എന്നാണ്
പറയുന്നത്. ഇവിടെ ഡിവൈൻ ദർശൻ കണ്ടില്ലേ, ദ ഡിവിനിറ്റി ഈസ് വർക്കിംഗ് ഫോർ യു ആൻഡ് യുവർ ഹാപ്പിനെസ് ഈസ് ഇൻ ദിസ് ലോങ് ജേർണി ഓഫ് യുവർ സോൾ. ഉണ്ടല്ലേ, നിങ്ങളുടെ സോളിന്റെ ലോങ് ജേർണിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്താണ്? ഡിവിനിറ്റി. അവിടെ ഡിവിനിറ്റി ഉണ്ടെങ്കിൽ ദൈവികത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സന്തോഷവും ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ ദൈവികതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിയുന്നുണ്ടോ, അങ്ങനെ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണോ, തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ സോളിനും ഒക്കെയും ഹാപ്പി ആയിരിക്കാൻ എപ്പോഴും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ മെസ്സേജ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾക്ക് അതിലൂടെ തന്നെ നിങ്ങളിങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ, വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയെ ടാപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.